നമ്മുടെ തിയോളജിയുടെ ക്ലാസ്. നമുക്കറിയാമല്ലോ, ഈ PG-യുടെ ആദ്യത്തെ ബാച്ചായിട്ടാണ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ളത്. എല്ലാവരെയും അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് ഈ ദൈവശാസ്ത്രം പഠിക്കുക എന്ന് പറഞ്ഞാല് ഈ പ്രത്യേകിച്ച് ആരും വല്ല സന്തോഷത്തോടെ എടുക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആ, ഒരു ബ്രാഞ്ച്, നമ്മുടെ ഈ PG-യുടെ ഒരു ബ്രാഞ്ച് ഉള്ളത് കൊണ്ട് എടുത്തതായിരിക്കാം എന്ന് കരുതുകയാണ്. കൂടുതൽ പേരും ന്യൂ ടെസ്റ്റ്മെന്റും പഴയ നിയമം ഒക്കെ പഠിക്കാനും ചരിത്രമൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹിച്ചവരൊക്കെ ഉണ്ട്. എങ്കിലും ദൈവശാസ്ത്രം പഠിക്കാനായിട്ട് ഇത്രയും പേര് വന്നതിൽ ഉള്ള സന്തോഷം അറിയിക്കുകയാണ്. നമുക്ക് ഈ ഫസ്റ്റ് സെമസ്റ്ററിൽ, ആദ്യത്തെ സെമസ്റ്ററിൽ 2 പേപ്പറാണ് എന്ന് അച്ഛൻ പറഞ്ഞായിരുന്നല്ലോ. അതിൽ രണ്ടാമത്തെ പേപ്പറാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. ആദ്യത്തേത് ബഹുമാനപ്പെട്ട നൈനാനച്ചനാണ് അത് എടുക്കുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ പേപ്പർ, ഈ ആദ്യം ഈ ദൈവശാസ്ത്രം എന്നത് എന്താണെന്നുള്ളത് നമുക്ക് കുറെ പേർക്കൊക്കെ എന്താണ് ദൈവശാസ്ത്രം എന്നത് നമുക്കറിയാം. 2 വാക്കാണ് ഈ തിയോളജി എന്ന വാക്ക് ഉണ്ടായി വരാനുള്ള 2 വാക്കുകളിൽ നിന്നാണ് ഈ 2 വാക്കിൽ നിന്നാണ് തിയോളജി എന്ന വാക്ക് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതിൽ ഒന്നാമത്തെ വാക്ക് എന്ന് പറഞ്ഞാൽ തിയോസ് എന്ന് പറഞ്ഞാൽ ദൈവം എന്നാണ് അതിന്റെ അർത്ഥം. ഗ്രീക്കാണ്. തിയോസ് എന്ന് പറഞ്ഞാൽ ദൈവം. ലോകിയ എന്ന് പറഞ്ഞ 2 വാക്ക്. ലോകിയ എന്നതിന്റെ അർത്ഥം വേഡ് അല്ലെങ്കിൽ വാക്ക്, ജ്ഞാനം, അറിവ്, സയൻസ്, അക്കൗണ്ട് എന്നൊക്കെയാണ് ഈ തിയോളജി, ലോകിയ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോൾ ഈ 2 വാക്കിൽ നിന്നാണ് തിയോളജി എന്ന വാക്ക് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഇതിനെ വിസ്ഡം ഓഫ് ഗോഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ദൈവത്തിന്റെ ജ്ഞാനം അല്ലെങ്കിൽ ദൈവത്തെ പറ്റിയുള്ള ജ്ഞാനം എന്നത് കൂടെ അത് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇതിന് മറ്റൊരു തലം എന്ന് പറയുന്നത് ദൈവത്തിന്റെ രഹസ്യങ്ങൾ എന്ന മറ്റൊരു ഡെഫിനിഷൻ കൂടെ ദൈവശാസ്ത്രത്തിന് നമുക്ക് കൊടുക്കുവാനായിട്ട് സാധ്യമാകും. അതുകൊണ്ട് ഈ ദൈവശാസ്ത്രം നമ്മൾ പഠിക്കുമ്പോൾ ഇത് പലപ്പോഴും നമുക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു പ്രയാസം ഈ ദൈവശാസ്ത്രം പഠിക്കുന്നവർക്കൊക്കെ ഉണ്ട് എന്ന് ചിലരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ദൈവശാസ്ത്രം രൂപപ്പെടുത്തിയത് അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്തത് ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ടിലാണ്. അതായത് ഫിലോസഫി, പ്രത്യേകിച്ച് ഗ്രീക്ക് ഫിലോസഫിയുടെ ഒരു ഫ്രെയിമിലാണ് ഈ ദൈവശാസ്ത്ര തത്വങ്ങളൊക്കെ പിതാക്കന്മാര് ഡെവലപ്പ് ചെയ്തത്. കാരണം അവര് പഠിച്ച ചില ലോജിക്കുകളുണ്ട്. അതായത് നമുക്കറിയാലോ, യുക്തിപരമായ ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കണമെങ്കിൽ ഫിലോസഫിക്കലായിട്ടുള്ള ചില ആർഗ്യുമെന്റ് നടത്തുകയേ പറ്റുകയും. അപ്പോൾ അങ്ങനെ ഈ ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് ദൈവശാസ്ത്രം ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് ഈ ഫിലോസഫി നമുക്ക് വലിയ അതിനെക്കുറിച്ചുള്ള ഒരു അവഗാഹം ഇല്ലാത്തത് കൊണ്ടാകാം ദൈവശാസ്ത്രം വളരെ കട്ടിയായിട്ട് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ആരാധനയുടെ, നമ്മുടെ സഭയുടെ വിശ്വാസത്തിന്റെ ഒക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് എല്ലാ സഭയുടേതായ എല്ലാ പ്രവൃത്തികളിലും, എല്ലാ ആരാധനാ രീതിയിലും, എല്ലാവിധമായ അനുഷ്ഠാനങ്ങളിലും ഒക്കെ അതിന്റെ ബേസ് എന്ന് പറയുന്നത് ദൈവശാസ്ത്രമാണ്. എല്ലാത്തിനും അതിന്റെ ദൈവശാസ്ത്ര തലമുണ്ട്. അതുകൊണ്ട് തിയോളജി എന്ന് പറയുന്നത് സഭയുടെ അടിസ്ഥാനപരമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ് എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഈ രണ്ടാമത്തെ പേപ്പറിൽ ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ക്രിയേഷൻ എന്നതാണ്. സൃഷ്ടിയെ സംബന്ധിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, ഈ ഏറ്റവും ക്രിസ്തീയ ദൈവശാസ്ത്രത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒന്നാണ് ഈ ദൈവം ക്രിയേഷൻ അല്ലെങ്കിൽ ദൈവം സൃഷ്ടാവാണ് എന്നുള്ളത്. അല്ലെങ്കിൽ ദൈവത്തിന്റെ സൃഷ്ടിയെ സംബന്ധിച്ചുള്ള ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസമാണ് നമുക്കുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യത്തെ പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. അതിൽ തന്നെ 1ഉം 2ഉം അധ്യായങ്ങൾ അത് സൃഷ്ടിയെ സംബന്ധിച്ചുള്ള വിവരണങ്ങളാണ്. നമുക്കറിയാമല്ലോ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നതാണ് അതിലാണ് തുടങ്ങുന്നത്. അതിൽ തന്നെയാണ്, അവിടെ നിന്നാണ് ഈ സൃഷ്ടിയെ സംബന്ധിച്ചുള്ള വിവരണങ്ങൾ, അവിടെ നിന്നാണ് എല്ലാ രക്ഷാചരിത്രവും
ബാക്കി എല്ലാ സംഭവങ്ങളുടെയും തുടക്കം എന്ന് പറയുന്നത് ഈ ദൈവ സൃഷ്ടിയുടെ അല്ലെങ്കിൽ ദൈവം സൃഷ്ടാവായി എന്നതിനെ സംബന്ധിച്ച് അതിൽ നിന്നാണ് എല്ലാ രക്ഷാചരിത്രവും തുടങ്ങുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ ദൈവം സൃഷ്ടാവാണ്, അത് നമ്മുടെ അടിസ്ഥാന വിശ്വാസം. നമുക്കറിയാമല്ലോ, വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ചെല്ലുന്നത് എന്താണ്? സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് സഭയുടെ അടിസ്ഥാനപരമായ വിശ്വാസമാണ്. എന്താണ്? ദൈവം സൃഷ്ടാവാണ്. എന്തിന്റെ സൃഷ്ടാവാണ്? ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവാണ് ആര്? ദൈവം. അതാണ് നമ്മുടെ അടിസ്ഥാന വിശ്വാസം. കാരണം ദൈവം, ഗോഡ് ഇസ് ക്രിയേറ്റർ, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇനിയും ഈ ദൈവ സൃഷ്ടിയെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ഈ ദൈവ സൃഷ്ടി നമ്മൾ നടത്തുമ്പോൾ അത് മനസ്സിലാക്കുമ്പോൾ അതിന് ഒരു ക്രമം ഉണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ, ആദ്യ ദിവസം എന്താണ് സൃഷ്ടിച്ചത്? ആദ്യ ദിവസം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാണ് അന്ന് തുടങ്ങുന്നത്. അപ്പോൾ എല്ലാ സൃഷ്ടിയുടെ കർമ്മത്തിന് ഒരു ക്രമം ഉണ്ടായിരുന്നു. ദർ ഈസ് ആൻ ഓർഡർ ഫോർ ദ ക്രിയേഷൻ. അതുകൊണ്ട് ഈ ഓർഡർ നമ്മൾ സൃഷ്ടിയിൽ കാണാനായിട്ട് കഴിയും. നമ്മൾ ഇനിയും എവല്യൂഷനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ എവല്യൂഷൻ തിയറിയെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഈ ക്രമത്തെ സംബന്ധിച്ച് നമ്മൾ കുറച്ചുകൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, സന്ധ്യയായി ഉഷസ്സായി ഒന്നാം ദിവസം, സന്ധ്യയായി ഉഷസ്സായി രണ്ടാം ദിവസം. അങ്ങനെ ആദ്യ സൃഷ്ടിയുടെ വിവരണത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒന്നാണ്, അതിനൊരു ഓർഡർ ഉണ്ടായിരുന്നു, ഒരു ക്രമം ഉണ്ടായിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഈ സൃഷ്ടിക്ക് ഒരു ക്രമം ഉണ്ടായിരുന്നു. ഇനിയും രണ്ടാമതായി അതിന്റെ മറ്റൊരു സൃഷ്ടിയെ സംബന്ധിച്ചുള്ള മറ്റൊരു അടിസ്ഥാനപരമായ വിശ്വാസം എന്ന് പറയുന്നത്, ഈ സൃഷ്ടി നിർവഹിക്കുമ്പോൾ അത് എങ്ങനെയാണ് സൃഷ്ടിച്ചത്? ദൈവം സൃഷ്ടിച്ചത് എങ്ങനെയാണ്? ദൈവം സൃഷ്ടിച്ചത് ശൂന്യതയിൽ നിന്നാണ് സൃഷ്ടി നടത്തിയത്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് ക്രിയേഷൻ ഫ്രം നത്തിങ്നെസ്, അതായത് ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ദൈവം സൃഷ്ടി നടത്തിയത്. അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ നിലവിലുണ്ടായിരുന്ന എന്തെങ്കിലും നിന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായതിൽ നിന്നല്ല ദൈവം സൃഷ്ടി നടത്തിയത്, ശൂന്യതയിൽ നിന്നാണ്. അതുകൊണ്ടാണ് പാഴും ശൂന്യവുമായിരുന്നു എന്നൊരു വാക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. ശൂന്യവും പാഴുമായിരുന്നു. അപ്പോൾ ഈ ശൂന്യതയിൽ നിന്ന് ക്രിയേഷൻ ഫ്രം, അതിന് പറയുന്ന ടേം ക്രിയേഷ്യോ എക്സ് നിഹിലിയോ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ശൂന്യതയിൽ, ഫ്രം നത്തിങ്നെസ്, ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ദൈവ സൃഷ്ടി ഉണ്ടായത് അല്ലെങ്കിൽ സൃഷ്ടി നടത്തിയത് അവിടെ നിന്നാണ്. ഇതിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ പിതാക്കന്മാരുടെ ചില വ്യാഖ്യാനങ്ങളിൽ നമ്മൾ മനസ്സിലാക്കും. പ്രത്യേകിച്ച് സുറിയാനി പിതാക്കന്മാര് ഈ സൃഷ്ടിയെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൽ അവരാദ്യം പറയും, അതിന് അവരുടെ ചില വ്യാഖ്യാനങ്ങളിൽ അവർ പറയുന്ന ഒന്നുണ്ട്. അതായത് ആദ്യം സൃഷ്ടിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നതിന് ശേഷം പിന്നീട് സൃഷ്ടിച്ചതിനെ സംബന്ധിച്ച് പറയുന്നത്, അതിന് ഈ കാർഡിനൽ എലമെന്റ്സ് എന്ന് പറയും. കാർഡിനൽ എലമെന്റ്സ് എന്ന് പറയാൻ നമുക്കറിയാം, അതിനെ ഇന്ത്യൻ കൺസെപ്റ്റില് പഞ്ചഭൂതങ്ങൾ എന്ന് നമ്മൾ പറയാറുണ്ട്. എന്തൊക്കെയാ പഞ്ചഭൂതങ്ങൾ? പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂമി, ആകാശം, വെള്ളം, തീ, അങ്ങനെ പറയുന്നതാണ് ഈ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്നാൽ ഈ പിതാക്കന്മാർ പറയുന്നത്, അവർ പറയുന്നത് അങ്ങനെയല്ല. അവർ പറയുന്നത് 4 പ്രധാനപ്പെട്ട അല്ലെങ്കിൽ 4 എലമെന്റ്സിൽ നിന്നാണ്, 4 മൂലകങ്ങളിൽ നിന്നാണ് സൃഷ്ടി. ആദ്യം ദൈവം അതാണ് സൃഷ്ടിച്ചത്, അതിൽ നിന്നാണ് ബാക്കിയുള്ളത് സൃഷ്ടിച്ചത് എന്നാണ് അവിടെ പറയുന്നത്. അത് ഗ്രീക്ക് ഫിലോസഫിയിൽ നിന്നാണ് പ്രധാനമായിട്ട് അത് ഉൾക്കൊള്ളുന്നത്. അത് ഏതൊക്കെയാണ് എന്ന് ഉള്ളതിനെ കുറിച്ച് പറയുന്നത്, ഭൂമി, വെള്ളം, വായു, തീ, ഇതിൽ നിന്നാണ്. ഇത് നമ്മുടെ വിശ്വാസം. നാളെ നിങ്ങൾ പള്ളിയിൽ ചെല്ലുമ്പോൾ
അവസാനം വായിക്കുന്ന അവസാനം പാടുന്ന ഒരു ഭൂത്തോമയുണ്ട്. അച്ഛൻ ചെല്ലുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ചതുർഭൂതങ്ങളിൽ നിന്ന് സൃഷ്ടിച്ചതിനെ സംബന്ധിച്ചാണ് അവിടെ പറയുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാല് നാളെ പള്ളി ചെല്ലുമ്പോൾ 40-ാം വെള്ളിയാഴ്ചയിൽ നിങ്ങൾ നാളെ പള്ളിയിൽ പോവുകയാണെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി. അവിടെ അച്ഛൻ അവസാനം പാടുന്ന ഒരു ഭൂത്തോമയിൽ ഈ ചതുർഭൂതങ്ങളെ പറ്റി അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ചതുർഭൂതങ്ങളിൽ അതിന്റെ അതായത് 4 ഈ പ്രധാനപ്പെട്ട ഈ എലമെന്റ്സിൽ നിന്നാണ് സൃഷ്ടി നിർവഹിച്ചത് എന്നാണ് ചില പിതാക്കന്മാരുടെ വ്യാഖ്യാനം. പ്രത്യേകിച്ച് സുറിയാനി പിതാക്കന്മാരൊക്കെ അങ്ങനെയാണ് സൃഷ്ടിയുടെ കാര്യത്തെ സംബന്ധിച്ച് പറയുന്നത്. അതുകൊണ്ട് ഈ ക്രിയേഷൻ അത് നമ്മൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ദൈവമാണ് സൃഷ്ടാവ്. ആ സൃഷ്ടിക്ക് ദർ ഈസ് ആൻ ഓർഡർ, അതിനൊരു ക്രമമുണ്ടായിരുന്നു. രണ്ടാമതായിട്ട് സൃഷ്ടി നടത്തിയത് ഫ്രം നത്തിങ്നെസ്, ശൂന്യതയിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടായത്. അങ്ങനെ പ്രധാനമായിട്ട് സൃഷ്ടിയെ സംബന്ധിച്ച് അതാണ് പറയുന്നത്. ഇനിയും രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ സൃഷ്ടിയെ സംബന്ധിച്ച് അവിടെ പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് അവിടെ പറയുന്നത്. അവിടെ അത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യത്തിലാണ്. അവിടെയാണ് പറയുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്താണ്? തന്റെ സ്വരൂപവും സാദൃശ്യവുമായിട്ടാണ്. ലൈക്ക്നെസ് ആൻഡ് ഇമേജ് എന്നാണ് അതിന് പറയുന്നത്. അതായത് ഈ ലൈക്ക്നെസ് ആൻഡ് ഇമേജ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കാരണം ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യവും ഈ 2 വാക്കുകളും നമുക്ക് ഒരേപോലെ തോന്നുമെന്ന്, പിന്നെ ഏകദേശം അർത്ഥം സെയിമാണ് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇതിന്റെ അർത്ഥത്തിൽ വ്യത്യാസമുണ്ട്. അതിന്റെ അർത്ഥം അല്പം വ്യത്യാസപ്പെട്ടാണ് ഇരിക്കുന്നത്. അതായത് ഈ സ്വരൂപവും സാദൃശ്യവും, ലൈക്ക്നെസ് ആൻഡ് ഇമേജ് എന്ന് പറയുമ്പോൾ അത് അതിനകത്ത് 2 കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം. അതായത് ഈ സൃഷ്ടികർമ്മം നടത്തിയത് അത് നമ്മുടെ കൺസെപ്റ്റിൽ ദൈവം ഏകനായിട്ടല്ല, അതിനൊരു തത്വാധിഷ്ഠിതമായ സൃഷ്ടികർമ്മമുണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ വായിക്കുമ്പോൾ നമുക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ തുടങ്ങുന്നത്. അവിടെ വേദപുസ്തകത്തില് ന്റെ 26-ല് അവിടെ വായിക്കുന്നത് മലയാളത്തിൽ അങ്ങനെയാണ്. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. ഇവിടെ ഒരു പ്ലൂറലായിട്ടാണ് പറയുന്നത്. ഇംഗ്ലീഷിലാണെങ്കിൽ ആൻഡ് ഗോഡ് സെഡ് ലെറ്റ് us make man in our image and our likeness. അവിടെ നാം നമ്മുടെ സ്വരൂപത്തിൽ എന്ന് പറയുമ്പോൾ അവിടെ ഒന്നിൽ കൂടുതൽ ആളുകളുടെ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ആ സൃഷ്ടിയിൽ പങ്കാളിത്തം വഹിച്ചു എന്ന് അവിടെ നമുക്ക് തന്നെ വായിക്കാനായിട്ട് മനസ്സിലാക്കും. ലെറ്റ് us make എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ, നമുക്ക്. അപ്പോൾ ഈ സൃഷ്ടിക്ക് ഒരു തൃത്വത്തിന്റെ സൂചന നമുക്ക് ലഭ്യമാകും. അതായത് ഒരു തൃത്വത്തിന്റെ ആലോചനയിലാണ് സൃഷ്ടി പൂർണ്ണമാക്കപ്പെട്ടത്. അത് മാത്രമല്ല, എല്ലാ സൃഷ്ടിയും ദൈവം തമ്പുരാൻ നടത്തുമ്പോൾ അത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഉണ്ടായി, അല്ലേ? അവിടെ വിവിധതരം സസ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വിവിധതരം ഉണ്ടായി. വീണ്ടും അങ്ങനെ അവിടെ വായിക്കുന്നുണ്ട്, ഇങ്ങനെ അതുതരം കാട്ടുമൃഗങ്ങളെയും അതുതരം കന്നുകാലികളെയും അതുതരം ജന്തുക്കളെയും ഉണ്ടാക്കി ദൈവം നല്ലതെന്ന് കണ്ടു. ഇതെല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, ഉണ്ടായി. എന്നാൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നത് അങ്ങനെയല്ല. അതിന് ഒരു 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 പ്രീ പ്ലാനിങ് ഉണ്ട്. പ്രീ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നു. അതായത് അതാണ് ഈ പ്രീ പ്ലാനിങ് എന്ന് പറയുന്നത്. അതായത് ഈ എല്ലാ സൃഷ്ടിയും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു ഉണ്ടായി. പക്ഷെ മനുഷ്യരെ സൃഷ്ടിക്കുമ്പോൾ അങ്ങനെയല്ല. മനുഷ്യരെ സൃഷ്ടിക്കുമ്പോൾ അതിന് അവിടെ ഒരു ആലോചനയുണ്ട്, തൃത്വം അവിടെ ആലോചിക്കുന്നുണ്ട്. അത് ഒരു ട്രിനിറ്റേറിയൻ കൗൺസിൽ എന്ന് നമുക്ക് പറയാം. അതായത് തൃത്വത്തിന്റെ ഒരു ആലോചന സമിതി,
അവിടെയാണ് അത് നടക്കുന്നത്. അതുകൊണ്ടാണ് നാം നമ്മുടെ സ്വരൂപത്തിൽ ലെറ്റ് us മേക്ക് ദ മാൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞത്. ഈ 2-ാം അധ്യായത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്ന ദൈവം കളിമണ്ണ് കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി എന്നും അവന്റെ മൂക്കിൽ ഊതി എന്നും ആദം ഉണ്ടായി എന്നും അതിൽ നിന്ന് ഹവ്വ രൂപപ്പെട്ടു എന്നും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ ഈ 1-ാം അധ്യായം 26-ാം വാക്യമാണ് ഈ മനുഷ്യൻ ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യവുമാണ് എന്നതിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഈ സൃഷ്ടിയുടെ ഈ ചരിത്രത്തിൽ ഈ സ്വരൂപവും സാദൃശ്യവും ഇത് തമ്മിലുള്ള വ്യത്യാസം അത് ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് നല്ലതാണ്. അതായത് ഈ ടേം, അതായത് ഇമേജ് എന്ന് പറയുന്നത്, ഇമേജ് ആൻഡ് ലൈക്ക്നെസ്, അത് സെയിം അല്ല. അത് ഒരു നമുക്കൊക്കെ കേൾക്കുമ്പോൾ സ്വരൂപവും സാദൃശ്യവും ഒറ്റ വാക്കാണെന്ന് തോന്നും, ഒരേ അർത്ഥമാണെന്ന് തോന്നും. പക്ഷേ അതിന് ഒരല്പം അർത്ഥത്തിൽ വ്യത്യാസമുണ്ട്. അതായത് ഇമേജ് എന്ന് പറഞ്ഞാൽ, അതായത് സ്വരൂപം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ റാഷണാലിറ്റി എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് യുക്തി കൊണ്ടാണ്, അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ട്, അല്ലെങ്കിൽ അവന് ബുദ്ധിയും സ്വാതന്ത്ര്യവും നൽകി. നമ്മള് നോമ്പിൽ പാടുന്നുണ്ട്, അണിയിച്ചു അവനെ ബുദ്ധി സ്വാതന്ത്ര്യം. നോമ്പിലെ പ്രാർത്ഥനയിൽ നമ്മൾ പറയും മനുഷ്യനെ സൃഷ്ടിച്ചതിനെ സംബന്ധിച്ച് പറയുക. അപ്പോൾ ഈ ലൈക്ക്നെസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇമേജ് എന്ന് പറഞ്ഞാൽ അത് അർത്ഥമാക്കുന്നത് അവന്റെ ബുദ്ധിയും അവന്റെ സ്വാതന്ത്ര്യവുമാണ്. എന്താ ഈ ബുദ്ധിയും സ്വാതന്ത്ര്യവും? ഈ ബുദ്ധിയും സ്വാതന്ത്ര്യവും അത് മനുഷ്യന് മാത്രം ലഭ്യമായ ഒന്നാണ്. അവന് ബുദ്ധിയുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ടാണ് ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അത് നന്മയിലേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, തെറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ദൈവം സ്വാതന്ത്ര്യത്തോടു കൂടി അവനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ നന്മയിലേക്ക് വളരാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ് ദൈവം അവന് നൽകിയത്. ഇപ്പോൾ ഈ ഇമേജ് അല്ലെങ്കിൽ സ്വരൂപം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഞാൻ 2 കാര്യം പറഞ്ഞു. ഒന്ന്, ബുദ്ധിയുണ്ട്, റാഷണാലിറ്റി ആൻഡ് ഫ്രീഡം. രണ്ടാമതായിട്ട് അതിനകത്ത് ലൈക്ക്നെസ് എന്ന് പറഞ്ഞാൽ അത് അർത്ഥമാക്കുന്നത് അസിമിലേഷൻ ടു ഗോഡ് ത്രൂ വെർച്യു. അതായത് ദൈവത്തെ പിൻപറ്റുവാനുള്ള വലിയ ഒരു കാര്യമാണ് ഈ ദൈവവുമായിട്ട് ചേരാനുള്ള ഒരു സാധ്യതയൊക്കെ പറയുന്ന പേരാണ് ഈ ലൈക്ക്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും 2 അർത്ഥങ്ങളാണ് നൽകുന്നത്. ഒന്ന്, ഇമേജ് അല്ലെങ്കിൽ സ്വരൂപം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അവന്റെ ബുദ്ധി കൊണ്ടും സ്വാതന്ത്ര്യം കൊണ്ടുമാണ്. രണ്ടാമതായിട്ട് ലൈക്ക്നെസ് അല്ലെങ്കിൽ സ്വരൂപം എന്ന് പറയുമ്പോൾ, സാദൃശ്യം എന്ന് പറയുമ്പോൾ അത് അർത്ഥമാക്കുന്നത് ദൈവത്തോട് ചേരുവാനുള്ള, അല്ലെങ്കിൽ നന്മ കൊണ്ട് ദൈവത്തോട് ചേരുവാനുള്ള ഒരു വലിയ അവകാശത്തെ സംബന്ധിച്ചാണ് അത് പറയുന്നത്. അപ്പോൾ ഈ ലൈക്ക്നെസ് ആൻഡ് ഇമേജ് അതിൽ പ്രധാനമായിട്ട് ഈ ദൈവ സൃഷ്ടിയെ കുറിച്ച് പറയാൻ അതിന് 2-3 പുസ്തകങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ട് വായിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഗ്രിഗറി ഓഫ് നീസായിലെ ഗ്രിഗോറിയോസിന്റെ ഒരു പുസ്തകം ഉണ്ട്. അതായത് ദൈവ സൃഷ്ടിയെ സംബന്ധിച്ചൊരു പുസ്തകം അദ്ദേഹം എഴുതുന്നുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് ഈ ലൈക്ക്നെസ് ആൻഡ് ഇമേജ്, അതായത് സ്വരൂപവും സാദൃശ്യവും എന്താണ് എന്ന് കൃത്യമായി വ്യാഖ്യാനിച്ചത്. അതുകൊണ്ട് കുറച്ച് വായിക്കുമ്പോൾ കുറച്ച് കട്ടിയായിട്ട് തോന്നും, എന്നാലും അതിനകത്ത് കുറെ പേരെങ്കിലും നമുക്ക് വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് നമ്മളെ ഓൺലൈനിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു പുസ്തകമാണ് ഗ്രിഗറി ഓഫ് നീസായുടെ ലെറ്റ് us മേക്ക് മാൻ, മനുഷ്യ സൃഷ്ടി എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പുസ്തകം. ഇനിയും രണ്ടാമതായിട്ട് മനുഷ്യന്റെ സൃഷ്ടിയിൽ രണ്ടാമത്തെ ഒരു പ്രത്യേകത, മനുഷ്യന് മാത്രമാണ് ആത്മാവിനെ പകർന്നു നൽകിയത്.
അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതായത് മനുഷ്യനെ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കി അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യരിൽ ഉണ്ട്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും നിങ്ങൾ അറിയുന്നില്ലേ. അത് പറയാനുള്ള കാരണം മനുഷ്യന് മാത്രം ലഭ്യമായ ഒന്നാണ് ഈ ആത്മാവ് എന്നുള്ളത്. മറ്റൊരു സൃഷ്ടിക്കും ഈ ആത്മാവ് എന്നതിനെ അവകാശമാക്കുവാനായിട്ട് പറയുവാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഈ മനുഷ്യ സൃഷ്ടിയെ സംബന്ധിച്ചുള്ള ഒരു അർത്ഥതലമാണ് അത് പറയുന്നത്. മൂന്നാമതായിട്ട് ആ യൂണിറ്റിലുള്ളത് ഈ സാക്രമെന്റൽ യൂണിവേഴ്സ്. അതായത് ഈ നമ്മള് ദൈവം സൃഷ്ടിച്ചതാണ് ഈ ലോകത്തെ. അതുകൊണ്ട് ലോകം തിന്മയാണോ എന്ന് പലരും പറയാറുണ്ട്. ഈ ലോകം തിന്മയാണ്, അങ്ങനെ ചില പഠിപ്പിക്കലുണ്ട്. പക്ഷേ ലോകം തിന്മയൊന്നുമല്ല. കാരണം എന്തുകൊണ്ടാണ് തിന്മയല്ലാത്തത്? ഇത് സൃഷ്ടിച്ചത് ആരാ? ദൈവമാണ് സൃഷ്ടിച്ചത് എന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ ദൈവം സൃഷ്ടിച്ചത് നല്ലതെന്ന് ദൈവം കണ്ടത് ഒരിക്കലും തിന്മയല്ല. ഒരിക്കലും അത് തിന്മയായിട്ട് നമുക്ക് പറയാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് ഈ ലോകത്തിനൊരു വിശുദ്ധിയുണ്ട്. ലോകത്തിന് അടിസ്ഥാനപരമായ ഒരു വിശുദ്ധി ഉണ്ട് എന്നത് ആ ദൈവശാസ്ത്രത്തിന്റെ പ്രധാനപ്പെട്ട ഒരു തലമാണ്. അതുകൊണ്ട് ഈ ദൈവസൃഷ്ടി ദൈവം നടത്തിയതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് തീർച്ചയായും ദൈവം സൃഷ്ടിച്ചത് കൊണ്ട് തന്നെ ലോകം വിശുദ്ധമായിട്ടാണ് കണക്കാക്കുക. പിന്നെ അതിനകത്ത് തന്നെ ഒരു ചോദ്യം വരും. ചോദ്യം എന്താ? അപ്പോൾ ഈ പാപം സൃഷ്ടിച്ചത് ദൈവമാണോ എന്ന് ചിലരുടെ മനസ്സിൽ ചില ചോദ്യം വരും. ഈ തിന്മ സൃഷ്ടിച്ചത് ദൈവമാണ്, എന്നാൽ അതല്ല. നമുക്കറിയാമല്ലോ, വെളിച്ചം ഇല്ലാത്തടത്ത് എന്തുണ്ടാകും? അന്ധകാരം ഉണ്ടാകും, ഇരുട്ടുണ്ടാകും. പ്രകാശം നഷ്ടപ്പെട്ടു പോകുന്നിടത്ത് അന്ധകാരം ഉണ്ടാകും. അതാണ് നമ്മുടെ കൺസെപ്റ്റ്. അപ്പോൾ ഈ തിന്മ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാപം എന്ന് പറയുന്നത്, ദൈവ സാമീപ്യ ബോധത്തിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകലുന്നതാണ് പാപം. അത് ദൈവം സൃഷ്ടിച്ചതല്ല പാപം, അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ചതല്ല അന്ധകാരം. ആ പ്രകാശമില്ലായ്മയുടെ പേരാണ് അന്ധകാരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദൈവിക പ്രകാശം ഇല്ലാതായി തീരുന്നതിനെയും നമുക്ക് ആ രീതിയിൽ പ്രത്യേകിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇവിടെ മനസ്സിലാക്കിയത്, ഒന്ന്, ദൈവം സൃഷ്ടാവാണ്. അതാണ് സഭയുടെ അടിസ്ഥാനപരമായ വിശ്വാസം. അതാണ് നമ്മൾ ആവർത്തിച്ച് നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ ചെല്ലുന്നത്. അപ്പോൾ ദൈവമാണ് ലോകത്തെ സൃഷ്ടിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി അതിന്റെ ആ സൃഷ്ടി കർമ്മത്തെ സംബന്ധിച്ച് അതിന്റെ പ്രത്യേകത എന്താണ്? അതിനൊരു ക്രമം ഉണ്ടായിരുന്നു. ദർ ഈസ് ആൻ ഓർഡർ ഫോർ ദി ക്രിയേഷൻ. അത് നമ്മൾ മനസ്സിലാക്കി. രണ്ടാമതായിട്ട്, അതിന് ദൈവം സൃഷ്ടിച്ചത് ശൂന്യതയിൽ നിന്നാണ്, ഫ്രം നത്തിങ്നെസ്. അതിന്റെ വ്യാഖ്യാനമാണ് നമ്മൾ പറഞ്ഞത്. ആദ്യം ഈ 4 കാർഡിനൽ എലമെന്റ്സ് അല്ലെങ്കിൽ 4 മൂലകങ്ങളിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പിതാക്കന്മാരുടെ ചില വ്യാഖ്യാനങ്ങൾ. എന്നാൽ തന്നെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശൂന്യതയിൽ നിന്ന്, പാഴും ശൂന്യമായതിൽ നിന്ന് ദൈവം സൃഷ്ടി നിർവഹിച്ചു. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയത് മനുഷ്യ സൃഷ്ടിയെ സംബന്ധിച്ചാണ്. അത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യമാണ്. അവിടെ ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അവിടെ തൃത്വത്തിന്റെ ഒരു ആലോചന ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ലെറ്റ് us make the man in our likeness and image എന്ന് നമ്മൾ വായിച്ചത്. അപ്പോൾ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തൃത്വത്തിന്റെ ഒരു ആലോചന ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ്. എന്താണ് സ്വരൂപമെന്നും എന്താണ് സാദൃശ്യമെന്നും നമ്മൾ മനസ്സിലാക്കി. സ്വരൂപം എന്ന് പറഞ്ഞാൽ അത് അർത്ഥം വെക്കുന്നത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്
സ്വാതന്ത്ര്യവും ബുദ്ധിയും നൽകിയാണ്. അപ്പോൾ ആ ബുദ്ധിയും സ്വാതന്ത്ര്യവും അവന് നൽകുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ നന്മയിലേക്ക് വളരാനുള്ള ഒരു നന്മയിലേക്ക് വളരുവാനുള്ള സാധ്യതയാണ് ഈ സ്വരൂപം എന്ന് പറയുന്നത്. ഇനി സാദൃശ്യം എന്ന് പറഞ്ഞാൽ നന്മ കൊണ്ട് ദൈവത്തോട് ഒന്നായി ചേരുവാൻ, അതിന് തിയോസിസ് എന്ന് പറയും, അല്ലെങ്കിൽ ദൈവീകരണം എന്നാണ് മലയാള വാക്ക്. ദൈവത്തോട് ചേരുവാനുള്ള ഒരു സാധ്യതയ്ക്ക് പറയുന്ന പേരാണ് ഈ സാദൃശ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് അസിമിലേഷൻ ടു ഗോഡ് ത്രൂ വെർച്യു എന്ന് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതും പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. ഇനിയും അവസാനം പറഞ്ഞത് ലോകത്തിനെ സംബന്ധിച്ചാണ്. ലോകം എന്ന് പറഞ്ഞാൽ അത് തിന്മയാണോ എന്ന് ചോദിക്കുമ്പോൾ അത് തിന്മയല്ല. കാരണം ഈ ലോകത്തിലെ സർവവും സൃഷ്ടിച്ചത് ദൈവവുമാണ്. അപ്പോൾ ദൈവം നല്ലത് എന്ന് കണ്ടത് തിന്മ എന്ന് പറയുവാനായിട്ട് കഴിയില്ല. നമുക്കറിയാം ആദിമസഭയിൽ ഉണ്ടായിരുന്ന വലിയൊരു വേദവിരീതമാണ് ജ്ഞാനവാദം എന്നുള്ളത്. നിങ്ങൾ ചില ആദ്യത്തെ പുസ്തകങ്ങളിലൊക്കെ പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ജ്ഞാനവാദത്തിന്റെ പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറഞ്ഞാൽ ഈ ലോകം തിന്മയാണ്, ഈവിളാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ജ്ഞാനം പ്രാപിക്കണം. അതാണ് അതിലെ പ്രധാനപ്പെട്ട പഠിപ്പിക്കൽ. അപ്പോൾ ലോകം തിന്മയാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു. അത് വേദപുസ്തകത്തിൽ പത്രോസിന്റെയും യോഹന്നാന്റെയൊക്കെ ലേഖനത്തിൽ ഇവരെ പറ്റിയുള്ള ചില സൂചനകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ ജ്ഞാനവാദം അത് ലോകം തിന്മയാണെന്ന് പറഞ്ഞപ്പോൾ അതിനെ പിതാക്കന്മാർ കൃത്യമായി വ്യാഖ്യാനിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇത് ദൈവത്തിന്റെ സൃഷ്ടിയാണ്, ദൈവത്തിന്റെ കൈവേലയാണ്. ദൈവത്തിന്റെ കൈവേലയായാൽ ഇത് വിശുദ്ധമാണ്. അതുകൊണ്ട് ഈ ലോകം എന്ന് പറയുന്നത് വിശുദ്ധമാണ്. അതിനെ സാക്രമെന്റാലിറ്റി ഓഫ് യൂണിവേഴ്സ് എന്ന് പറയാം. അതിനൊരു കൗതാശികതയുണ്ട്. അത് ഇതിനകത്ത് ഈ ലോകത്തിൽ കാണുവാനായിട്ട് കഴിയും. അപ്പോഴാണ് മറ്റൊരു ചോദ്യം വരുന്നത്, ഈ ലോകത്തിൽ തിന്മയും പാപവും ഉണ്ടല്ലോ, അതും ദൈവത്തിന്റെ സൃഷ്ടിയാണോ എന്ന് ചോദ്യം ഉണ്ടാകും. അതില്ല. കാരണം ദൈവിക വെളിച്ചത്തിൽ നിന്ന് അകലുന്നതിനാണ് അന്ധകാരം എന്ന് പറയുന്നത്. രണ്ടാമതായി പാപം എന്ന് പറയുന്നത് ദൈവ സാമീപ്യത്തിൽ നിന്ന് അകന്നു പോകുന്നതിനെയാണ് പാപം എന്ന്. അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ പുസ്തകത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, ആദമും ഹവ്വയും അവർക്ക് നൽകിയ സ്വാതന്ത്ര്യം കൊണ്ട് അതിനെ ദുർവിനിയോഗം ചെയ്തു. നന്മതിന്മകളുടെ ഫലത്തെ അവർ പറിക്കുകയാണ്. അത് അവർക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തിൽ ഇല്ലായ്മ ചെയ്തു. അത് ദൈവം സൃഷ്ടിച്ചതല്ല, അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ ദുർവിനിയോഗത്തിനെയാണ് പാപമായിട്ട് അല്ലെങ്കിൽ അനുസരണക്കേടായിട്ട് അവിടെ പറയുന്നത്. അതുകൊണ്ട് അത് ഒഴികെ ലോകത്തിൽ ഈ അന്ധകാരവും പാപവും അത് ദൈവ സൃഷ്ടിയല്ല, അത് ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ആദ്യത്തെ യൂണിറ്റിലുള്ളത്. പിന്നെ അതിനകത്ത് ക്രിസ്ത്യൻ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ക്രിയേഷൻ ആൻഡ് എവല്യൂഷൻ, നമുക്കറിയാമല്ലോ ഈ ഡാർവിന്റെ എവല്യൂഷൻ തിയറി, അത് എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക. അതിന് നമ്മൾ വായിക്കേണ്ട ഒരു പുസ്തകമുണ്ട്. നമ്മൾ GOC-യിൽ പഠിച്ച പുസ്തകമാണ് പൗരസ്ത്യ ക്രൈസ്തവ ദർശനം. പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ഒരു പുസ്തകം. അതിനകത്ത് തിരുമേനി വളരെ വ്യക്തമായിട്ട് ഈ എവല്യൂഷൻ അല്ലെങ്കിൽ ഈ പരിണാമ സിദ്ധാന്തം എങ്ങനെ അതിനെ വളരെ കൃത്യമായിട്ട് ക്രിസ്തീയ ചിന്തയിൽ വ്യാഖ്യാനിക്കുവാൻ കഴിയുന്നു എന്നത് അതിനകത്ത് പറയുന്നുണ്ട്. അത് അവസാനത്തെ യൂണിറ്റ്, 4ാമത്തെ യൂണിറ്റിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അതുകൊണ്ട് ആ ഭാഗം ഒന്ന് വായിക്കുന്നത് നല്ലതാകും. പക്ഷേ തിരുമേനി പറയുന്നത് ഈ പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത് അത് നമുക്കങ്ങനെ മാറ്റി നിർത്തുവാനായിട്ട് കഴിയുകയില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സൃഷ്ടിക്ക് ഒരു ക്രമം ഉണ്ടായിരുന്നു എന്ന്. ആദ്യ ദിവസം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. 2ാം ദിവസം ഓരോ സൃഷ്ടിക്കും ഒരു ക്രമമുണ്ട്. 2ാം സിദ്ധാന്തം പറയുന്നത് എന്താ, ഓരോ ജീവിവർഗങ്ങളും പരിണാമത്തിലൂടെയാണ് ഉണ്ടായി വന്നിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാകുമല്ലോ. അത് ഈ പരിണാമ സിദ്ധാന്തം
അത് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ തെറ്റാണെന്ന് പറയുവാനായിട്ട് തിരുമേനി അത് വളരെ വ്യക്തമായിട്ട് അത് നിങ്ങൾ വായിക്കണമെന്ന് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അത് ഈ പരിണാമ സിദ്ധാന്തവും ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുമേനി അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ആദ്യത്തെ യൂണിറ്റ് തീർച്ചയായിട്ടും ഈ 5 കാര്യങ്ങളാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഈ ആദ്യത്തെ യൂണിറ്റില് നിങ്ങൾക്ക് ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ അതിന്റെ ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം.